പാലക്കാട് KSUവിൻ്റെ പ്രതിഷേധം നടക്കുകയാണ്. ഈ ലഹരി വ്യാപനത്തിനെതിരെ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നു. ലഹരി വ്യാപനത്തിനെതിരെ പാലക്കാട് KSU നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് വലിയ തോതിൽ സുരക്ഷാ സംവിധാനങ്ങൾ തീർത്തിട്ടുണ്ട്. പോലീസിൻ്റെ നേരത്തെ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ അവിടെ പോലീസ് ശക്തമായ പ്രതിരോധമുയർത്തി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലഹരി വ്യാപനം ഈ പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ വേണ്ട ഒരു വിഷയം കൂടിയാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹം ജാഗ്രതയോടെ സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇന്നലെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി സഭയിൽ അതിന് മറുപടി നൽകുന്നതും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഒരു ആയുധമാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ആയുധമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത് ഈ ലഹരി മാഫിയയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. രാഷ്ട്രീയ കള്ളികളിലേക്ക് ഈ വിഷയത്തെ ചുരുക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് ആ രീതിയിലുള്ള ആളുകളാണ്. ഏതായാലും ഇപ്പോൾ ഈ മാർച്ചിന്റെ ഭാഗമായി വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുന്നു KSU പ്രവർത്തകർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ശക്തമായ മാർച്ചിനെ പ്രതിരോധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പാലക്കാട് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി വ്യാപനം എന്ന പേരിലാണ് ഇവിടെ പ്രതിഷേധം തീർക്കുന്നത് KSU പ്രവർത്തകർ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യത്ത് ലഹരി ഇടപാടുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ലഹരി വ്യാപനത്തിനെതിരെ ഏറ്റവും ശക്തമായ നടപടി സ്വീകരിക്കുന്ന സംസ്ഥാനം എന്നത് അത് കേരളമാണ്. അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷാ നിരക്ക് എന്ന് പറയുന്നത് 98%. അത് ദേശീയ തലത്തിലുള്ളതിന് ദേശീയ ഗവൺമെന്റ് നൽകുന്ന കണക്ക് കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം 24,900 കേസുകളാണ് ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. അതിൽ 98% പേർക്കും ശിക്ഷ ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. രാജ്യത്തിന്റെ ലഹരി ക്യാപിറ്റൽ എന്ന കുപ്രസിദ്ധിയുള്ള പഞ്ചാബിൽ പോലും വെറും 9,000 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞത്. അവിടെയാണ് കേരളത്തിന്റെ ഒരു സർക്കാരിന്റെ ജാഗ്രത നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ജാഗ്രത നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് വസ്തുതകൾക്കപ്പുറത്തേക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്, UDF സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും പോഷക സംഘടനകളും ഒക്കെ, യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSUവും ഒക്കെ ഇപ്പോൾ വിവിധ തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആ സമരങ്ങളിൽ വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. സച്ചിൻ ചേരുകയാണ് പാലക്കാട്. സച്ചിൻ, ഈ KSUവിന്റെ സമരത്തിൽ വലിയ തോതിൽ അക്രമം ഉണ്ടാകുകയായിരുന്നോ? മനു, തീർച്ചയായും KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്നാണ് പോലീസിന് നേരെ KSU പ്രവർത്തകർ വടിയൊക്കെ ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിട്ടത്. തുടർന്ന് പോലീസിൽ ഇപ്പോൾ ലാത്തി വീശിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസിന് നേരെ ഉണ്ടായിട്ടുള്ളത്. വനിതാ പോലീസുകാരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷും അതുപോലെ തന്നെ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത്. നിരവധി പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് പാലക്കാട് പോലീസിന് നേരെ KSU പ്രവർത്തകർ അഴിച്ചുവിട്ടത്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? മനു, തീർച്ചയായും റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അടക്കം കൃത്യമായ രീതിയിൽ ലഹരി ഉപയോഗം തടയാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒരു അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ KSU ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ ഇത്തരത്തിൽ മാർച്ച് നടത്തി സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനു, ഈ പോലീസിന് നേരെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നോ ഈ KSU പ്രവർത്തകർ? ആ രീതിയിലുള്ള നീക്കമാണോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്? തീർച്ചയായും KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് മാർച്ച് ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് KSU പ്രവർത്തകർ സംഘടിതമായി
പോലീസിനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. ആദ്യം ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി ശ്രമിച്ച KSU പ്രവർത്തകർ അത് മറിച്ചിടാൻ സാധിക്കാതെ വന്നപ്പോൾ പിന്നീട് പോലീസിന് നേരെ തിരിയുകയായിരുന്നു. സമീപത്തെ കോട്ടമൈതാനത്തെ റോഡ് ഉപരോധിക്കാനുള്ള തീരുമാനമാണ് പിന്നീട് KSU പ്രവർത്തകർ സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി റോഡിൽ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് എല്ലാ ദൃശ്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകർ പോലീസിന് നേരെ തട്ടിക്കയറിക്കൊണ്ട് വരുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ അപ്പോഴും വളരെ സംയമനത്തോടെ നിൽക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനു, തീർച്ചയായും. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന പ്രവണത കൂടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും പോലീസ് കൃത്യമായ രീതിയിൽ പ്രവർത്തകരെ ആക്രമിക്കുന്ന നിലപാടൊന്നും സ്വീകരിക്കാതെ കൃത്യമായ രീതിയിൽ പോലീസ് ഈ പ്രകോപിതരായ പ്രവർത്തകരെ മാറ്റാനുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പ്രവർത്തകർ പോലീസിന് നേരെ തട്ടിക്കയറുന്ന ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മനഃപൂർവ്വം സാഹചര്യം വഷളാക്കി ഒരു സീൻ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയതല്ലേ? അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് KSU പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസിന്റെയും, അതായത് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ മാർച്ചിലേക്ക് കടന്നു വരികയും പോലീസിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മനു,